Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Alhamdulillahi kafa. Wa salamun ala man istafa amma ba'd. Allahumma salli ala sayyidina Muhammadin wa ala ali sayyidina Muhammadin. Kama sallaita ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. Wa barik ala Muhammadin wa ala ali Muhammadin kama barakta ala Ibrahim wa ala ali Ibrahim fil alamin innaka Hamidum Majid. പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് ആഗതമായി. കരകാണാ കടല് പോലെ കരകവിഞ്ഞൊഴുകുന്ന കാരുണ്യത്തിന്റെ ഉടമസ്ഥനായ തമ്പുരാന്റെ കാരുണ്യത്തിന് അനർക്കളമായ പ്രവാഹം പെയ്തിറങ്ങുന്ന ആദ്യത്തെ 10 ദിനരാത്രങ്ങളാണ് ഇനി നമ്മുടെ മുമ്പിലേക്കുള്ളത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ്വലുഹു റഹ്മ. ഈ വിശുദ്ധ റമദാനിന്റെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹ വർഷത്തിൻ്റെതാണ്. പടച്ച തമ്പുരാൻ അവന്റെ എല്ലാ അനുഗ്രഹങ്ങളിലും നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമായ റമദാൻ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനരാത്രങ്ങളാണ്. ആലസ്യത്തോടെ കിടന്നുറങ്ങി റമദാനിനെ നിർജീവമാക്കുന്ന കപടതയിലേക്ക് നാം കടന്നു പോകാൻ പാടില്ല. പിശാച് നമ്മെ സന്മാർഗത്തിൽ നിന്ന് വലിച്ചഴക്കുമ്പോൾ വിശുദ്ധമായ തഖ്വയിലൂടെ അള്ളാഹുവിന്റെ സ്വർഗത്തിലെ വിശിഷ്ടമായ റയ്യാൻ എന്ന കവാടത്തിലൂടെ കടന്നു പോകാൻ ഈ 30 ദിനരാത്രങ്ങളിൽ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എന്തിനാണ് റമദാൻ 11 മാസം കഴിയുമ്പോൾ ഒരു മാസം പട്ടിണിയോടെ റമദാൻ നമുക്ക് എന്തിനാണ് നൽകുന്നത് എന്നതിന്റെ ഉദ്ദേശം ഖുർആൻ പറയുന്നുണ്ട്. ഇന്ന് പലർക്കും റമദാൻ എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ. യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും ഞാൻ നോമ്പിനെ നിർബന്ധമാക്കുകയാണ്. എന്തിനാണ് ഈ 11 മാസക്കാലത്തെ നമ്മുടെ ഭക്ഷണത്തിന്റെ അഭിരുചികളോട്, ശരീരത്തിന്റെ അഭിരുചിയോട്, നമ്മുടെ ആഗ്രഹത്തോട് എല്ലാം വിട പറഞ്ഞ് രാപ്പകലുകൾ ഇബാദത്തിലും വിശപ്പ് സഹിച്ചും നാം കഴിഞ്ഞുകൂടുന്നത് എന്തിനു വേണ്ടിയാണ്? ഏതൊരു കാര്യത്തിനും അതിന്റെ ഒരു ലക്ഷ്യപ്രാപ്തിയുണ്ട്. ഖുർആൻ പറയുന്നു, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വയുണ്ടാവാൻ. എന്താണ് തഖ്വ? നമ്മളെപ്പോഴും കേൾക്കാറുള്ള ഒരു പദമാണ് തഖ്വ. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, തഖ്വ എന്നത് 4 കാര്യങ്ങളാണ്. ഒന്ന്, അൽ ഖൗഫ് അനിൽ ജലീൽ, ഏകനായ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക. ഈ റമദാനിൽ നമ്മുടെ മുമ്പിൽ എല്ലാം ഉള്ളതോടുകൂടെ എന്റെ അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ, കഴിക്കരുത് എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ കഴിക്കില്ല എന്ന ഒരു പരിശീലനം നേടുന്നത് പോലെ റമദാൻ കഴിഞ്ഞാലും അള്ളാഹുവിനെ ഭയന്ന് നിഷിദ്ധമായ കാര്യത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഊർജം ഈ 30 ദിവസം കൊണ്ട് സമാഹരിക്കുക. 2, അൽ അമരു ബിത്തൻസീൽ. അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക, അതനുസരിച്ച് നാം പ്രവർത്തിക്കുകയും ചെയ്യുക. ഖുർആൻ ചോദിക്കുന്നുണ്ട്, അഫബി ഹാദൽ ഹദീസി അന്തും മുദ്ഹിനൂൻ. ഈ ഖുർആൻ നിങ്ങൾ ഓതിയിട്ടും എണ്ണ തേക്കുന്ന ഒരു അഭ്യാസിയുടെ മെയ്വഴക്കത്തോടെ ഈ ഖുർആനിൽ നിന്ന് നിങ്ങൾ പിന്തിരിയുന്നത് എന്താണ്? വെറും ഖുർആൻ പാരായണം മാത്രമല്ല, ഖത്തം ഓതി തീർക്കൽ മാത്രമല്ല, അതനുസരിച്ച് പ്രവർത്തിക്കാനും നാം സജ്ജരാവുക. 3, അൽ ഖനാഅത്തു ബിൽ ഖലീൽ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക. റമദാനിൽ നാം പഠിക്കുന്ന ഏറ്റവും വലിയ പാഠം, നമ്മുടെ മുമ്പിൽ ഉള്ളതോടുകൂടെ തന്നെ നാം നമ്മുടെ ഭക്ഷണത്തെ, നമ്മുടെ എല്ലാ അവസ്ഥകളെയും കുറയ്ക്കുകയാണ്. ഉള്ളത് കൊണ്ട് ജീവിക്കാൻ പഠിക്കുക. ഒത്തിരി വാരിക്കൂട്ടണമെന്ന് ആഗ്രഹം ഉണ്ടാകുമ്പോഴാണ് ഹറാമുകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് ജീവിക്കാനുള്ള ഒരു പാഠം ഈ 30 ദിവസം കൊണ്ട് പഠിക്കുക. അവസാനം തഖ്വയുടെ 4ാമത്തെ ഭാഗം, അൽ ഇസ്തിഅദാദ് ലിയൗമിർ റഹീൽ, നാളെ പടച്ച തമ്പുരാന്റെ പരലോകത്ത് പോകുമ്പോൾ സ്വർഗം വാങ്ങിക്കാൻ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ ഈ ഭൂമിയിൽ സമ്പാദിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, എന്റെ ഈ ഫേസ്ബുക്കിലെ പേജിലൂടെ ലൈക്ക് ചെയ്യുകയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും വിമർശിക്കുകയും ആകർഷിക്കുകയും ഒക്കെ ചെയ്യുന്നവരോട് എല്ലാവരോടുമായി ഈ റമദാനിന്റെ സന്ദേശം ഞാൻ എന്റെ ഈ പേജിലൂടെ സമർപ്പിക്കുകയാണ്. നാളെ പരലോകത്ത് പടച്ച റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ, അള്ളാഹുവേ, ഞാൻ നീ തന്ന നാവ് കൊണ്ട് നല്ലത് ചെയ്തു, നീ തന്ന കൈ കൊണ്ട് നല്ലത് ചെയ്തു, നീ തന്ന ഹൃദയം കൊണ്ട് നല്ലത് ചിന്തിച്ചു എന്ന് പറയാൻ കഴിയുന്ന ഒരു നല്ലവനായി മാറാൻ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോകുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കുക. ഈ റമദാന്റെ 30 ദിവസങ്ങളിൽ അള്ളാഹുവേ, നാളെ പരലോകത്ത് എനിക്ക് ഏറ്റവും നല്ല സമ്പാദ്യം നൽകണമേ എന്ന ദുആയോടുകൂടെ നാളെ പരലോകത്ത് സ്വർഗത്തിന്റെ റയ്യാൻ എന്ന കവാടം തുറക്കുമ്പോൾ അതിലൂടെ കടന്നു പോകാനുള്ള സൗഭാഗ്യം അള്ളാഹു എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമർ റളിയല്ലാഹു തആല ചോദിച്ചു, തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി,
ഈ റമദാൻ തുടങ്ങുന്ന ആദ്യത്തെ രാവിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാനൊരു വസിയത്തായി പറയുകയാണ്. ഉസീക്കും ഇബാദല്ലാഹ് വയ്യായ ബിനഫ്സി അവ്വലം ബിതഖ്വല്ലാഹ്. തഖ്വയെ കുറിച്ച് പറഞ്ഞ മറുപടി റമദാൻ തഖ്വ ഉണ്ടാക്കാനാണ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ നാം നടന്നു പോകുമ്പോൾ കാലിൽ മുള്ളു കയറാതെ കല്ല് തട്ടാതെ എത്ര സൂക്ഷ്മതയോടെ നാം നമ്മുടെ പാദങ്ങൾ വെക്കുമോ, ഈ ഭൂമിയിൽ ഹറാമിൽ നിന്ന് മാറി സൂക്ഷ്മതയോടെ കാലുകൾ വെച്ച് ഹലാലിലൂടെ മാത്രം, അള്ളാഹു ഇഷ്ടപ്പെട്ടതിലൂടെ മാത്രം മുമ്പോട്ട് ജീവിക്കുക, ഇതാണ് തഖ്വ എന്ന് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു. അൽഹംദുലില്ലാ, ഈ വരുന്ന 30 ദിനരാത്രങ്ങളിൽ, റമദാന്റെ ദിനരാത്രങ്ങളിൽ ഇങ്ങനെ ഒരു തഖ്വ, റമദാന്റെ ലക്ഷ്യമായ തഖ്വ സമ്പാദിക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രസംഗം കേൾക്കുന്ന, എന്നെ ശ്രവിക്കുന്ന, എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി റമദാനിലെ എല്ലാ ദുആകളിലും, എന്റെ എല്ലാ ദുആകളിലും നിങ്ങളുണ്ടാവും. നിങ്ങളുടെ എല്ലാവരുടെയും ദുആയിലും ഞാനും ഉണ്ടാവണം. വതആവനു അലൽ ബിർരി വത്തഖ്വ, പരസ്പരം സ്നേഹിക്കാനും സഹകരിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവർക്കുമായി റമദാനിന്റെ ഈ സന്ദേശം എന്റെ പ്രസംഗം കേൾക്കുന്നവർ, ഇഷ്ടപ്പെടുന്നവർ, ദുആ ചെയ്യുന്നവർ, കാസറ്റിലൂടെ കേൾക്കുന്നവർ, നേരിട്ട് കാണാൻ കഴിയാത്തവർ എല്ലാവരോടും ഞാൻ ഈ വസിയത്ത് നൽകുന്നു. അൽഹംദുലില്ലാഹ്, ഇപ്രാവശ്യം എന്റെ റമദാൻ UAE പ്രവാസികൾക്കൊപ്പമാണ്. നാട്ടിൽ റമദാൻ പ്രഭാഷണത്തിൽ നാട്ടുകാരെ കാണാൻ കഴിയാത്ത ദുഃഖമുള്ളതിനോടൊപ്പം തന്നെ അൽഹംദുലില്ലാഹ് ഈ റമദാനിൽ ഞാൻ UAE പ്രവാസികളോടൊപ്പം ഈ റമദാനിൽ പങ്കുചേരുന്നു.